അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനങ്ങോട്ട് പോകാതെ പറ്റില്ല. വാ നമുക്ക് പോ. അമ്മേ, 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 എന്തിനിങ്ങനെ ബഹളം വെക്കുന്നേ? എനിക്ക് കമ്പനി പോവാൻ സമയമായി. അമ്മ എന്താ ലഞ്ച് ബാഗ് എടുത്ത് വെക്കാത്തത്? അമ്മയ്ക്ക് നല്ല പനിയുണ്ട്. കിടക്കേന്ന് എഴുന്നേറ്റിട്ട് പോലും ഇല്ല. എന്നിട്ട് നീ എന്താ എന്നോട് ഇത് പറയാത്തത്? എന്തോ അമ്മേ? ചെറിയ പനിയുണ്ടെന്നേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. എങ്ങനെ അസുഖം വരാതിരിക്കും? 3 ദിവസം പഴകിയ ഭക്ഷണം ഇന്നലെ അമ്മ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കി കഴിച്ചത്. ഇങ്ങനെ പഴകിയ ഭക്ഷണം കഴിക്കരുതെന്ന് അമ്മയോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതി ഭക്ഷണം കളയാൻ പറ്റുമോ? കളയണം, അല്ലാതെ ഇങ്ങനെ ആരോഗ്യം കളയല്ല വേണ്ടത്. ശരി അമ്മ എഴുന്നേക്ക്, നമുക്ക് ഡോക്ടറെ കാണാം. ഡോക്ടറെ കാണാൻ മാത്രമുള്ള അസുഖമൊന്നും ഇല്ല. നീ എനിക്ക് കുറച്ച് പൊടിയരി കഞ്ഞി ഉണ്ടാക്കിത്താ, അത് കുടിച്ചാ എല്ലാം ഭേദാവും. അമ്മ ഏത് കോളേജിൽ നിന്നാ MBBS പാസ്സായത്? സ്വയം ചികിത്സയൊന്നും വേണ്ട. നീ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേക്ക്. എന്നിട്ട് പനി കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. നിന്നെ കൊണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ തന്നെ ഉണ്ടാക്കി. വേണ്ട വേണ്ട, ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. ചേട്ടൻ കമ്പനിയിലേക്ക് പൊക്കോ, അമ്മയെ ഞാൻ നോക്കിക്കോളാം. നിനക്കിന്ന് കോളേജിൽ വൈവേ ഉള്ളതല്ലേ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ, എന്തൊക്കെ സംഭവിച്ചാലും പഠിത്തത്തിനൊരു തടസ്സം ഉണ്ടാവരുതെന്ന്. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോവാൻ നോക്ക്. നീ പോയിക്കോ മോളെ, പ്രിയനുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടൻ എന്നെ വിളിക്കണേ. ശരി, നീ വേഗം ഇറങ്ങിക്കോ, ഇപ്പോഴേ വൈകി. പോട്ടെ അമ്മ. എടി, നിന്റെ കയ്യിൽ കാശില്ലേ? ആ ഉണ്ട്. ശരി, ഞാൻ അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാം. പ്രിയൻചേട്ടനാ വിളിക്കുന്ന. എടുത്ത് സംസാരിക്കേ. എന്താ പ്രിയൻചേട്ടാ? നീ കമ്പനിയിലേക്ക് ഇറങ്ങിയോ? ഇല്ല, എന്താ കാര്യം? അമ്മയ്ക്ക് തീരെ വയ്യ. അയ്യോ, എന്തു പറ്റി? ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പഴയ ഭക്ഷണം ചൂടാക്കി കഴിച്ചതിന്റെ ആണെന്നാ തോന്നുന്നേ. നല്ല പനിയുണ്ട്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നില്ലേ? ഡോക്ടറുടെ അടുത്തേക്കൊന്നും പോണ്ടെന്ന് അമ്മ പറയുന്നത്. ദർശന കോളേജിലേക്ക് പോയി. നിന്നെ കണ്ട അമ്മയ്ക്കൊരു ആശ്വാസവും. നിനക്കൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പാറു, എനിക്ക് കമ്പനിയിലേക്ക് പോയേ പറ്റൂ. ചേച്ചിയുടെ കല്യാണം അടുക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ലീവ് വേണ്ടി വരും. ഇപ്പോഴേ എല്ലായിടത്തും തീർത്താ കരുണാകരൻ സാറ് കല്യാണത്തിന് പോവാൻ സമ്മതിച്ചൊന്നും വരില്ല. അതിനെന്താ, ഞാൻ മോഹനെ വിളിച്ചിട്ട് പെർമിഷൻ ചോദിക്കാൻ പറയാം. വേണമെങ്കിൽ കൈലാഷ് സാറിനെ നേരിട്ട് വിളിക്കാം. വേണ്ട പ്രിയൻചേട്ടാ, അദ്ദേഹത്തോട് ഇങ്ങനെ സഹായം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പ്രിയൻചേട്ടൻ പറഞ്ഞേ? ഞാൻ അമ്മയെ വിളിച്ച് സംസാരിച്ചോളാം. ശരി, നീ കമ്പനിയിലേക്ക് പൊയ്ക്കോ, ഞാൻ അമ്മയെ നോക്കിക്കോളാം. എന്താ പാറു? പ്രിയൻചേട്ടന്റെ അമ്മയ്ക്ക് പനിയ. നീ പോയി കാണുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ നിന്നെ അവിടെ ആക്കി തരാം. എനിക്ക് പ്രിയൻചേട്ടന്റെ അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല മീരെ. മനസ്സ് കല്ലാക്കിക്കൊണ്ട ഞാൻ അമ്മയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്.
ഇനി ആ വീടിന്റെ പടി ചവിട്ടാനുള്ള അർഹതയോ അവകാശമോ എനിക്കില്ല. പ്രിയൻചേട്ടന്റെ അമ്മ എന്നെ ജീവനം തന്നെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയതോടെ പറയാൻ എനിക്ക് കഴിയില്ല. അന്ന് ഹോസ്റ്റലിലേക്ക് അമ്മ വന്നപ്പോ സത്യം പറയാതെ ഞാൻ എങ്ങനെയാ പിടിച്ചു നിന്നത്.